നമ്മളിന്ന് ഇവിടെ ഉള്ളത് സാജ റിസോർട്ട് വയനാടിലാണ്. സോ നമ്മൾ എന്താ വയനാട്ടിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പാപ്പയും വന്നു, എൻ്റെ പാപ്പയും വന്നു. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഓണം വെക്കേഷനാണ്, അപ്പോൾ എന്തായാലും ഒറ്റയടിക്ക് വന്നു. ആൻഡ് വി ആർ ചില്ലിങ് ഹിയർ. കുറേ പൂൾസ് ഉണ്ട്, മീൻസ് 3 പൂൾസ്. അതിലൊക്കെ കുട്ടികളുടെ പൂൾസ് ഉണ്ട്, വലിയ പൂൾസ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കാണിച്ച ഒരു പൂള് കാണിച്ചു തന്ന ഒരു ചങ്ങായി. സോ ആ ചങ്ങായി കാണിച്ചു തന്ന പൂള് വലിയ മീൻസ് കുട്ടികളിലാണ് കുറച്ചും കൂടി ആഴം കൂടുതൽ. പക്ഷെ വലിയൊരിതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇത്ര ഉണ്ടാവുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ആൻഡ് വി ആർ ഗോയിങ്. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഈ ബ്രേക്ക്ഫാസ്റ്റിന് 8:30 ആവണം. സോ നമുക്ക് പോവാം. ബൈ ബൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂം. വേറൊരു റൂം അവിടെ ഉണ്ട്. ഇത് 2 റൂമും 2 ബെഡ്റൂമാണ്. മീൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് ഒരു റൂമിൻ്റെ സ്ഥലം ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ റൂം എവിടെയാണ് എന്നുണ്ടെങ്കിൽ മേലെ സ്റ്റെപ്പ് കാണണം. സ്റ്റെപ്പ് കയറിയിട്ടാണ് രണ്ടാമത്തെ റൂമാണ് ഇത്. ആൻഡ് ഇവിടെ ഒക്കെ മുട്ടാൻ കാണാൻ പക്ഷെ പ്രകൃതി കിട്ടുന്നില്ല. ഇത് ഒരു സ്ഥലം നമുക്ക് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്ഥലം. സോ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹോം ടൂർ കാണിച്ചു തരാം. അത് ഹോം ടൂർ എന്ന് റിസോർട്ട് പറയും. പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ. ആൻഡ് ഇറ്റ്സ് അവർ ബെഡ്. ഈ ബെഡിലായിരുന്നു ഗൈസ് നമ്മൾ ഇന്നലൊക്കെ കിടന്നിരുന്നത്. ആൻഡ് ഇറ്റ്സ് സോ കംഫർട്ടബിൾ. ബെന്നി പേർച്ച് ഓട് ഗൈസ് എൻ്റെ അടുത്തുനിന്ന്. ആൻഡ് ടുഡേ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ. ഞങ്ങൾക്ക് ഇന്ന് 11 മണിക്കാണ് വെക്കേറ്റിങ്സ്. അപ്പം നമുക്ക് പിന്നെ ഈ പുറത്തത്തെ ഒരു ആംബിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രസമാണ്. റിസോർട്ടാണ് ഗൈസ്. നമ്മൾ റിസോർട്ടാണ്. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാജ റിസോർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു തനി സ്വർഗ്ഗമാണ്. ഇവരിങ്ങനെ പൂട്ടിട്ടിട്ടാ. സോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആൻഡ് ഐ ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇന്നലെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് വന്നേ. ഇനി ഒരു ഉച്ചയാകുമ്പോഴത്തേന് പോകണം. 11 മണി വെക്കേറ്റിന് കഴിഞ്ഞാണ്. ഇവിടെയൊക്കെ എന്ത് ആംബിയൻസാണ്. നമ്മളെ വീടിൻ്റെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ വയനാട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ സ്വർഗ്ഗമാണ്. പിന്നെ ഒരു നരകം തന്നെ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് പൂള് കാണിച്ചു തന്നെ. 3 പൂള് കാണിച്ചു തരാൻ ഇന്നലെ ഞാൻ മറന്നു കേട്ടോ. ആൻഡ് നല്ല മഴയാണ്. വേണം ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറട്ടെ, അല്ലെങ്കിൽ ഞാനും ഇവിടെ പോകും. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒടുവിൽ എൻ്റെ കാത്തിരിപ്പ് 8 മണിയായി. നമുക്ക് അവിടെ പോയി വിളിക്കാം. സോ പാപ്പിയും മില്ലും. സോ നല്ല രസമാണ് കേട്ടോ. മൈ വാച്ച് ഞാൻ എൻ്റെ വാച്ചിൽ അലാറിട്ടിരുന്നു ഒരു 8 മണിക്ക്. കറിയില്ല. സോ ബൈ ബൈ. ഇനി നമ്മൾ പൂളിലേക്ക് പോകാൻ വേണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂളിൽ പോകണം. എന്നിട്ട് ഡ്രസ്സ് മാറ്റണം. എന്നിട്ട് കുറച്ച് കറങ്ങാൻ പോയിട്ട് റൂം വെക്കേ ചെയ്ത് പോകണം. സോ ദാറ്റ്സ് അവർ ഐഡിയ. ആൻഡ് ഇവിടെയും ക്ലാസ് ഇങ്ങനെ ഉണ്ടോ. ആൻഡ് ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു റൂമുണ്ടെന്ന്. ആ റൂമാണ് കേട്ടോ ഈ കാണണത്. സോ കാണുന്നുണ്ടോ അറിയില്ല, കണ്ടിട്ടുണ്ടാവുമായിരിക്കുന്നുള്ളൂ. സോ നമുക്ക് പൂളിൽ പോകുമ്പോൾ ഞാൻ പൂളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സോ കട്ട് ചെയ്ത് വേണം എഡിറ്റ് ചെയ്യാൻ. സോ ബൈ ബൈ.